ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് തന്നെയാണ്. തിരുവനന്തപുരത്തുള്ള മറ്റൊരു സെലിബ്രിറ്റിയുടെ വീടാണ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ തന്നെ അഭിമാനമായിട്ട് മാറിയ സഞ്ജു സാംസന്റെ വീടാണ്. നമ്മളെ കേരളീയ ക്രിക്കറ്റ് പ്രേമികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു പേരാണ് ഇപ്പോൾ സഞ്ജു സാംസൺ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തുള്ള ആ ഒരു വീട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സഞ്ജു സാംസൺ ആണ് സോഷ്യൽ മീഡിയ മൊത്തം നിറഞ്ഞു നിൽക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം ആദ്യമായിട്ട് കളിച്ച സ്ഥലങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഞാൻ പരിചയപ്പെടുത്തും. അതേപോലെ ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നതും പ്രാക്ടീസ് ചെയ്യുന്നതുമായിട്ടുള്ള ആ സ്ഥലങ്ങളൊക്കെ ഈ വീഡിയോയിൽ മാക്സിമം ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തുകാരനായ സഞ്ജു സാംസന്റെ ആ ഒരു വീട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇനി നമ്മൾ കാണാൻ പോകുന്നത് സഞ്ജു സാംസൺ ആദ്യ സമയങ്ങളിലൊക്കെ കളിച്ച നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള ആ ഒരു ഗ്രൗണ്ടാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഈ ഒരു ഗ്രൗണ്ടിലാണ് സത്യം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്ത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തതൊക്കെ നടന്നത് ഈ ഒരു ഗ്രൗണ്ടിലാണ്. അതേപോലെ തന്നെ ഇവിടെ പലതരത്തിലുള്ള മാച്ചുകൾ ഇവിടെ നടക്കാറുണ്ട്. ഏറ്റവും നല്ലൊരു ഗ്രൗണ്ടാണ്. ഇവിടെ ഇപ്പോൾ അങ്ങനെ വെളിയിൽ നിന്നുള്ളവർക്ക് സാധാരണക്കാർക്ക് വന്ന് കളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ റെൻറ്റിനൊക്കെ എടുത്തുകൊണ്ടാണ് ഇപ്പം ഗ്രൗണ്ട് കൊടുക്കുന്നത്. നേരത്തെ ഒന്നും അങ്ങനെയല്ല. നേരത്തെയൊക്കെ വന്ന് ആർക്കും വേണമെങ്കിൽ വന്ന് കളിക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരുപാട് ടൈമിൽ ഇവിടെ വന്ന് കളിച്ച ഒരു ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. ഇവിടെ ഇപ്പം നോക്കുമ്പോഴും ഒരുപാട് കളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഇതൊരു മെയിൻ ഗ്രൗണ്ടാണ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് വേറൊന്നും കൂടെ ഉണ്ട്. ഇതെല്ലാം അപ്പുറം അങ്ങനെ മാറി രണ്ട് തട്ടായിട്ടുണ്ട് ഗ്രൗണ്ട് നിൽക്കുന്നത്. അവിടെയും കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെ ടീമുകളാണ് അവിടെ കളിക്കുന്നത് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് അവരെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് സഞ്ജു സാംസൺ മെയിനായിട്ട് കളിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങൾ. അപ്പോൾ അതിനെക്കൊണ്ട് മാത്രമാണ് ഇതും കൂടെ കാണിക്കുന്നത്. ഇവിടെ സഞ്ജു സാംസൺ മാത്രമല്ല, ഒരുപാട് ക്രിക്കറ്റ് പ്രേമികൾ, നല്ല രീതിയിൽ കളിക്കുന്ന ഒരുപാട് ടീമുകൾ വന്ന് കളിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടെയാണിത്. അപ്പോൾ അങ്ങനെ കളിച്ചിട്ടുള്ളവർക്ക് മറക്കാൻ പറ്റാത്തൊരു സ്ഥലം കൂടിയായിരിക്കും ഈ മെഡിക്കൽ കോളേജിലെ ഈ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഞാനിപ്പോൾ വിഴിഞ്ഞത്തേക്കുള്ള യാത്രയിലാണ്. നമ്മൾ വിഴിഞ്ഞം അടുപ്പിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മളിവിടത്തേക്ക് NH-ൻ്റെ വർക്കുകൾ എങ്ങനെയുണ്ട്? ഇവിടെയൊക്കെ ടാറിങ്ങല്ല ചെയ്തിരിക്കുന്നത്. ഈ ട്രിവാൻഡ്രം നമ്മളെ കന്യാകുമാരി ആ പോകുന്ന NH-ൻ്റെ ഈ ഒരു ഭാഗം മൊത്തം സിമൻറ്റ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ NH നിന്ന് എക്സിറ്റ് എടുത്തിട്ട് സർവീസ് റോഡ് വഴി പോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ചെന്നിട്ട് ലെഫ്റ്റ് എടുത്തിട്ട് നമുക്ക് വിഴിഞ്ഞം ആ ഒരു ഭാഗത്തേക്ക് പോവാം. ഇവിടെ കല്ലുവെട്ടാൻകുഴി എന്ന് പറഞ്ഞ ഭാഗത്താണ് സഞ്ജു സാംസന്റെ വീട് വരുന്നത്. നമ്മളിപ്പോൾ ആഴിമല ക്ഷേത്രത്തിൻ്റെ ആ പോകുന്ന വഴിയിൽ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ആഴിമല ക്ഷേത്രത്തിൻ്റെ അവിടെ പോകാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള വഴി ചെക്ക് ചെയ്യണം. ഇവിടത്തേക്ക് റോഡൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ വന്ന സമയത്തൊക്കെ അത് വളരെ മോശമായിരുന്നു. ഇപ്പോൾ എല്ലാം അടിപൊളിയാക്കിയിട്ടേക്കുക. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞം ഹാർബറിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്തൂടെയാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്താണ് വിഴിഞ്ഞം ഹാർബറൊക്കെ വരുന്നത്. ഇദ്ദേഹം ഫസ്റ്റ് താമസിച്ചുകൊണ്ടിരുന്ന ഒരു വീടുണ്ട്. അപ്പോൾ അങ്ങോട്ടത്തേക്കാണ് ആദ്യം പോകുന്നത്. അപ്പോൾ ആ ഒരു വീട് ആദ്യം നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ
വിഴിഞ്ഞത്ത് നിന്ന് മാറിയിട്ട്, വിഴിഞ്ഞം റോഡിൽ നിന്ന് മാറിയിട്ട് കോട്ടപ്പുറം എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ സഞ്ജു സാംസന്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വളരെ തുച്ഛമായ കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോഴാണ് സഞ്ജു സാംസന്റെ ആ പഴയ വീട്, അദ്ദേഹം ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന വീട് ഇവിടെയാണ്. ഇവിടെ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ഈ കോച്ചിങ്ങിനും അതേപോലെ തന്നെ കളിക്കാനൊക്കെ പോയി തുടങ്ങുന്നത്. അപ്പോൾ സഞ്ജു സാംസൺ ജനിച്ച് വളർന്ന വീട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മൾ പോകാനുണ്ടോ? അല്ല, നിലവിൽ അദ്ദേഹം ഇപ്പോൾ ഇവിടെ അല്ല താമസിക്കുന്നത്, പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട് ഇതാണ്. ഇവിടെയാണ് അദ്ദേഹം കളിച്ച് വളർന്ന സ്ഥലം. അപ്പോൾ അതിനെ കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ ഒരുപാട് ഓർമ്മകൾ നിൽക്കുന്ന സ്ഥലമായതിനെ കൊണ്ട്. ഇവിടെ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് വിഴിഞ്ഞം പോർട്ട് കാണാൻ കേട്ടോ. വിഴിഞ്ഞം പോർട്ടിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത് ഇവിടെ. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് സഞ്ജു സാംസന്റെ ആ പഴയ കുടുംബ വീട്ടിൻ്റെ അടുത്താണ്. ഇപ്പോൾ കുടുംബ വീട്ടിൽ ആരുമില്ല. കുടുംബ വീട് അവർ കൊടുത്തിട്ട് മറ്റൊരു വീട്ടിലേക്കാണ് ഇപ്പോൾ മാറി താമസിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആ വീടെന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥലം ഇതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏരിയ. അപ്പോൾ ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ചെറുപ്പനാട്ടിലൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലാണ് വിഴിഞ്ഞം പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് കടലുവരം കണ്ട ഉള്ള ഒരു റോഡാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുന്നിലോട്ട് വരുമ്പോൾ ദാണ്ടെ ഈ സൈഡിലൊരു വീടുണ്ട്. അതാണ് പുള്ളിയുടെ ആദ്യത്തെ വീടെന്ന് പറയുന്നത്. ഈ കാണുന്ന വീടാണ് ആദ്യത്തെ വീട്. പുള്ളി ആദ്യകാലത്തുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ് കളി തുടങ്ങുന്ന സമയങ്ങളിൽ അദ്ദേഹം കളിക്കാനൊക്കെ പോയിരുന്നത് ഈ വീട്ടിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലോട്ടൊക്കെ പോയിട്ട് കളിക്കാനൊക്കെ പോകുന്നത്. അത് വേറെ ആർക്കും വിറ്റിട്ടാണ് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത്, കുറച്ചുകൂടി അപ്പുറത്തോട്ട് മാറിയിട്ടാണ്. അപ്പോൾ ആ ഒരു വീട്ടിലേക്കാണ് നമ്മൾ ഇനി പോകാനായിട്ട് പോകുന്നത്. കടയിലോട്ട് കയറിയിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് എന്തെങ്കിലും സംഭവങ്ങൾ നമുക്ക് ചോദിച്ചു നോക്കാം. ഇത് സഞ്ജു സാംസന്റെ വീടിൻ്റെ അടുത്തുള്ളൊരു പഴയ കടയാണ്. ചേട്ടൻ്റെ പരിചയമുണ്ടോ പുള്ളിയെ? ഇവിടെയൊക്കെ വരുമായിരുന്നോ? ഇപ്പോൾ വരാറുണ്ടോ ഇവിടെ? കാണോ ഇപ്പോൾ വരാറില്ല. ഇപ്പോൾ പുള്ളി എവിടെയാണ് താമസിക്കുന്നത്? ഇവിടെ അല്ലാണ്ട് കല്ലുവെട്ടാൻകുഴിയോ? ആഹാ, ഇവിടെയൊക്കെ വീടൊക്കെ കാണാൻ വേണ്ടി തിരക്കൊക്കെ വരുന്നുണ്ടോ ആൾക്കാർ? പഴയ വീട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ എത്ര കൊല്ലം താമസിച്ചിട്ടുണ്ട് അവർ? അതിന് മുമ്പേ ഇവിടെ ഉണ്ട്. ആഹാ, ഇവര് നേരത്തെ ഡൽഹിയിലെങ്ങാണ്ട് അല്ലായിരുന്നോ? ഫാമിലി ആയിട്ടൊക്കെ ഇവർ അങ്ങായിരുന്നു അല്ലേ? ഓ, ആ, ചേട്ടനായിട്ടൊക്കെ നല്ല പരിചയം ഉണ്ടായിരുന്നോ? നല്ല സാറിനാണല്ലേ? നമ്മളെ കേരളത്തിലെ ടീമിലെ കളിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ ഇവിടെയാണോ പുള്ളി? ഇവിടെ തന്നെയാണ്. ആ, ഈ ചേട്ടന് അദ്ദേഹത്തിൻ്റെ നേരിട്ട് കണ്ട് പരിചയമുണ്ട്. നല്ലതുപോലെ അവർ സഹകരിച്ചിട്ടുള്ളതാണ് ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത്. ഇത് ഇപ്പോൾ ഈ കൊടുത്തൊരു പുതുക്കിയൊക്കെ പണിഞ്ഞതാണ്. നേരത്തെ അദ്ദേഹം കൊടുക്കുന്ന സമയത്ത് ഒരു പഴയ വീടായിരുന്നു. ഗൈസ്, നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്ന സഞ്ജു സാംസൺ ഇപ്പം നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പുതിയ വീട്ടിലേക്കാണ്. അദ്ദേഹം ലേറ്റസ്റ്റ് ആയിട്ട് താമസിക്കുന്ന വിഴിഞ്ഞം ഭാഗത്തുള്ള അദ്ദേഹത്തിൻ്റെ പുതിയ വീട്ടിലേക്കാണ് ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ വീട് എന്ന് പറയുന്നത്. സഞ്ജു സാംസന്റെ വീട്ടിലോട്ട് പോകാൻ പല വഴികളുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമുള്ള ഒരു വഴി തിരഞ്ഞെടുത്തിട്ടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതെ, സർവീസ് റോഡ് വഴി ലെഫ്റ്റ് എടുക്കണമെന്നാണ് പറഞ്ഞത്. ഇവിടെ അടുത്തെങ്ങാണ്ടിയാണ് വീടുള്ളത്. ഇപ്പോൾ നമ്മൾ NH സൈഡിൽ കൂടെ സർവീസ് റോഡ് എടുത്ത് പോവാണ്. സർവീസ് റോഡ് എടുത്ത് പോയിട്ട് അടുത്ത പാലം വരും. അടുത്തൊരു എക്സിറ്റ് ആണത്. വിഴിഞ്ഞത്തേക്ക് പോകാനുള്ള റോഡുകൾ തന്നെയാണ് ഇതെല്ലാം. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ വീട് വരിക. ഈ സർവീസ് റോഡ് വഴിയൊക്കെ ഇപ്പം ഭയങ്കര രസമുണ്ട്. നല്ല ഹൈറ്റിലാണ് ഈ സർവീസ് റോഡ് ഇരിക്കുന്നത്. അപ്പം അത്രയും താത്തിട്ടാണ് പുതിയ റോഡൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കുന്ന് ഒരുപാട് ഇടിച്ച് താത്തിരിക്കും. അപ്പോൾ ഇതുവഴി ഇപ്പം ഭയങ്കര ഫീലാട്ടോ. ഇങ്ങനെ കയറി ഇറങ്ങി മല കയറ്റം മല ഇറക്കം അങ്ങനെ റോഡ് കിടക്കുന്നത്. ഇതുവഴിയൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം.
എന്തായാലും ഇങ്ങോട്ടാണ് NH പൂർണ്ണമായിട്ട് പണിയൊക്കെ തീർന്ന് നല്ല സെറ്റായിട്ട് കിടക്കുന്നത്. നമ്മൾ നേരെ സഞ്ജു സാംസന്റെ വീട്ടിൽ പോകുന്നു. അദ്ദേഹം അവിടെ ഉണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. അദ്ദേഹം ഇന്നലെയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഗൈസ്, ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് സഞ്ജു സാംസന്റെ വീട്ടിൻ്റെ മുന്നിലാണ് കേട്ടോ. ഈ വീട്ടിൻ്റെ അങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു വലിയ ചർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ചർച്ചിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ സഞ്ജു സാംസന്റെ വീടിരിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുന്നിലിരിക്കുന്ന ഒരു പള്ളിയാണ് കേട്ടോ. CSI വിഴിഞ്ഞം. ഇടത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട് കാണാം. ഈ കാണുന്ന മതിൽക്കെട്ടിനകത്താണ് സഞ്ജു സാംസന്റെ വീട് വരുന്നത്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. വീട്ടിൻ്റെ ഫ്രണ്ടിലത്തെ മതിലാണ് ഈ കാണുന്നത്. ഒരു രക്ഷയുമില്ലാതെ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇത്രയും വലിയ ഒരു മതിലും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ കൊണ്ട് ഇതിനകത്തോട്ട് കയറി അദ്ദേഹത്തിനെ കാണുക അല്ലെങ്കിൽ വീട്ടിനകത്തോട്ട് കയറുക എന്ന് പറഞ്ഞാൽ അത്ര ഒരു എളുപ്പമുള്ള കാര്യമായിരിക്കത്തില്ല. പുള്ളി അതിനകത്തുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഫ്രണ്ടിലായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ NH പോകാനുള്ള ഒരു കട്ടിങ്ങാണ്. ഇത്രയും അടുത്താണ് അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്നത്. നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴേ ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൻ്റെ മുകളിൽ സത്യം പറഞ്ഞാൽ ആണിയൊക്കെ വെച്ചിരിക്കുക. ആൾക്കാർ കയറാതിരിക്കാൻ വേണ്ടി അത്രയും ഒരു സെക്യൂരിറ്റി സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ വിചാരിച്ചത് ഇത്രയും വലിയൊരു ഗേറ്റ് ആയിരിക്കും എന്നുള്ള. ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. പുള്ളിയെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പേര് അവിടെ വന്ന് കറങ്ങുന്നുണ്ട്. ഇവിടെ മൊത്തത്തിൽ ആരാധകരെ കൊണ്ട് നിറഞ്ഞിരിക്കുക. അതുകൊണ്ട് പിള്ളേരൊക്കെ വന്നിട്ട് ഇവിടെ നോക്കും എങ്ങനെയാണ് കയറാൻ പറ്റുമോ. സംഭവം ഇവിടെ പിള്ളേർ വന്നിട്ട് ബെല്ലടിക്കണം. പുള്ളിയെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ബെല്ലും കാര്യങ്ങളൊക്കെ ഉള്ളേ കൊണ്ട് ജസ്റ്റ് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഒരുപാട് ആരാധകർ വരുന്നൊരു സ്ഥലമാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. റോഡിലോട്ടൊക്കെ പോകുന്നവർ ഇവിടെ വണ്ടി നിർത്തി ഇങ്ങനെ നോക്കുന്നുണ്ടോ. അപ്പോൾ ഈ ഫ്രണ്ടിൽ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉള്ളേ കൊണ്ട് അവർക്ക് അറിയാൻ പറ്റും ഇവിടെ ആരൊക്കെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു എന്നുള്ളത്. ഇത് സാധാരണ ഒരു ദിവസ സംഭവമാണ്. അദ്ദേഹം ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ടൈമാണല്ലോ. അതിനെക്കൊണ്ട് ഒരുപാട് പേര് വരും. ഇപ്പോൾ ഒന്ന് കാണാമെന്നുള്ളൊരാഗ്രഹം അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ അകത്തോട്ട് നോക്കുമ്പോൾ ഒരുപാട് പുറകിലാണ് ഈ വീടിരിക്കുന്നത്. അതിനെക്കൊണ്ട് നമുക്ക് കറക്റ്റ് കാണത്തൊന്നുമില്ല. ജസ്റ്റ് ആവുന്നിങ്ങനെ കാണിച്ചെന്നതാണ് ആ ഒരു വീട്ടിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം. ചോദിച്ചു സഞ്ജു ഇല്ലേ? ഇല്ലേ പോയല്ലേ? ഓക്കെ ശരി. ഗൈസ്, നമ്മളിവിടെ നിൽക്കുമ്പോൾ അതാണ്ട് ഓട്ടോയിൽ 2 പേര് വന്ന് ഇറങ്ങുന്നുണ്ടോ. ഇത് സഞ്ജു സാംസന്റെ അമ്മയാണ് കേട്ടോ. അമ്മയും അവിടെ നിൽക്കുന്ന വേറെ ആരുമാണ്. അപ്പോൾ നമ്മൾ അമ്മയുടെ അടുത്ത് തിരക്കിയപ്പോഴേ അമ്മ പറയുന്നത് മോനിവിടെ ഇല്ല, എന്തോ പരിപാടിയായിട്ട് പുറത്ത് പോയിരിക്കുകയാണെന്ന് പറയുന്നത്. ഒരു ഡിഫൻഡർ വണ്ടി അതിനകത്ത് കിടപ്പുണ്ട്, അല്ലാണ്ട് വേറെ ഒന്നും കാണുന്നില്ല. അത്രേ കാണുന്നുള്ളൂ. അപ്പോൾ അമ്മ കറക്റ്റ് ടൈമിലാട്ടോ വന്നത്. അതിനെക്കൊണ്ട് കാണാൻ പറ്റി. ഇവിടെ ഇല്ല. സഞ്ജു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് കാണാനെങ്കിലും പറ്റിയാണ്. പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. പുള്ളി വേറെന്തോ പാർട്ടി പരിപാടിയൊക്കെ ആയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇല്ല. സഞ്ജു സാംസൺ ലേറ്റസ്റ്റ് ആയിട്ടൊക്കെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ബെലിൻ ടർഫിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ബെലിൻ ടർഫ് വരുന്നത് നമ്മുടെ ആക്കുളത്താണ്. അതായത് ലുലു മാളിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ആ ഒരു സ്ഥലം വരുന്നത്. അപ്പോൾ അങ്ങോട്ടത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ഥലം കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇവിടെ വെച്ച് നല്ല കളികളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ അത്രയും നല്ലൊരു സ്ഥലമാണ് ഈ ബെലിൻ ടർഫ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ലുലുമാളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ലുലുമാളിൻ്റെ ഫ്രണ്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആക്കുളം എന്ന് പറയുന്നത് എത്തിക്കഴിഞ്ഞു.
ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന ഇതാണ് ബെലിൻ ടർഫ് എന്ന് പറയുന്ന നമ്മുടെ ആക്കുളത്തുള്ള സഞ്ജു സാംസൺ വന്ന് കളിക്കാൻ പറ്റുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഈ ഒരു ടർഫിൽ ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഇവിടെ വലിയ കളികളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ വരുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഞാൻ ഈ ടർഫിൻ്റെ അകത്തോട്ടൊന്ന് കയറുവാണ്. ഈ ഇതിൻ്റെ ബാക്ക് സൈഡായിട്ട് കാണുന്ന എല്ലാം ആക്കുളം കായലും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് മെയിൻ കോർട്ടാണ് ഈ കാണുന്നത്. ഇതിൻ്റെ സൈഡിലായിട്ട് ചെറുതും വലുതുമായിട്ട് വേറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇറങ്ങി കാണിച്ചു തരാം. ഇതിൻ്റെ താഴെ തന്നെ 3 സ്റ്റെപ്പായിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു സ്റ്റെപ്പ്, അതിൻ്റെ ഇടയിലൊരു ചെറിയൊരു സംഭവമുണ്ട്. പിന്നെ അങ്ങ് താഴെ, പിന്നെ അവിടെ തന്നെ റൈറ്റിൽ വേറൊരു കോർട്ട്. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. ഇവിടെ മുന്നിലായിട്ട് കൊച്ചു പിള്ളേർക്കുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെ ഒരു കോച്ചുണ്ട്. അവിടെ നോക്കി അവർക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക.